ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ 10 വർഷം. ഇന്ന് തെച്ചുമോളെ സെക്കൻഡ് ബർത്ത്ഡേ ആട്ടോ. അതിൻ്റെ രാവിലത്തെ പരിപാടിയാട്ടോ. ചെറിയ രീതിയിലുള്ള സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തെച്ചുമോൾ എഴുന്നേറ്റില്ല. ഞാൻ രാത്രി തന്നെ ഒരുക്കി കിടത്തിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ സമ്മതിക്കൂല അവളൊന്നിനും. ബാക്കി ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഇനി ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് തെച്ചുമോൾ എഴുന്നേറ്റിട്ടുണ്ട് കണ്ടോ. ഉറക്കത്താണ്, പകുതി ഉറക്കത്താണ് അവൾ. അടുക്കളയിൽ പോയപ്പോൾ അവിടെ അമ്മ പുട്ടുപൊടി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് കുറച്ചെടുത്തിട്ട് കുറച്ച് പാലും കൂടി മിക്സ് ചെയ്തിട്ട് ഞാനൊരു ഫേസ് പാക്കൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ റെഡി ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് തെച്ചുമോളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ കൂളിംഗ് ഗ്ലാസ് യൂസ് ചെയ്യും കേട്ടോ. നമ്മൾ അവിടെ എത്തി തൊഴുത് പുറത്തിറങ്ങി കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നേ. നല്ല അടിപൊളി വ്യൂ ആണ് കണ്ടോ. നല്ല രസമില്ലേ അവിടെ. പിന്നെ തെച്ചു പറഞ്ഞു ഞാൻ തന്നെ ഇറങ്ങി നടന്നോളാം എന്നെല്ലാം പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഭക്തിമാർഗ്ഗം സ്വീകരിച്ചു ഗൈസ്. ഭയങ്കര ഭക്തിയാണ്. എവിടെ നമ്മൾ പോകുന്നുണ്ടെങ്കിലും അമ്പലമൊക്കെ കണ്ടാൽ വേഗം തൊഴും. അതാണ് തെച്ചുമോള്. നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് തന്നെ എല്ലാവരും വന്നിട്ടുണ്ട്. ഇതൊക്കെ പാപ്പന്മാരാണ്. ജുബിയേച്ചി എല്ലാ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണിയുടെ എല്ലാ തിരക്കാണ് എല്ലാവർക്കും. അതിനിടയ്ക്ക് തെച്ചുമോൾ എന്തോ ചോദിച്ചിട്ട് പോകുന്നുണ്ട്. കുറച്ച് ഡെക്കറേഷൻ പരിപാടിയും ബാക്കിയുണ്ട്. അപ്പോൾ അമ്മ അച്ഛനെ വിളിക്കാൻ തോന്നുന്നു. ചക്കരയൊക്കെ വന്ന് പിന്നെ ഡെക്കറേഷൻ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ബലൂൺ വേണമെന്ന് പറഞ്ഞിട്ടൊക്കെ വാശി പിടിക്കുന്നുണ്ട് ഓരോരാൾ. ഇതൊക്കെ ഉണ്ടോ, ഇതിവിടെ ബലൂൺ മത്സരമാണ്. ഈ നമ്മൾ ഓണത്തിനൊക്കെ ഉണ്ടാകുന്നില്ലേ അതുപോലത്തെ. പിന്നെ കേക്ക് വന്നിട്ടുണ്ടായിരുന്നു, അവർ കൊണ്ടു തന്നിട്ടുണ്ട്. എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ തെച്ചുമോൾ പറഞ്ഞു ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഓക്കാണ് വെയിറ്റ്. തെച്ചും കണ്ടോ അവളാണ് കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ അടിപൊളി കേക്ക് കേട്ടോ, നല്ല രസമുണ്ട്. ഞാൻ പറഞ്ഞ അതേ മോഡൽ അവർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ബലൂണും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് കുറച്ച് പോസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തെച്ചുവിന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് തുറന്ന് നോക്കാം. എനിക്കൊരു ഐഡിയ ഉണ്ടായിട്ടില്ല ഇതെന്താ സാധനം എന്ന്. അപ്പോൾ അവൻ തന്നെ വന്നിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അയ്യോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആദ്യം കണ്ടിട്ട് ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അതിനെയൊക്കെ ടച്ച് ചെയ്ത് അത് ഭയങ്കര ഹാപ്പിയായി. കളിക്കുന്നുണ്ടോ അയ്യോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി. ഇത് അച്ഛനും അമ്മയും കൂടി എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നു കേട്ടോ. ഫസ്റ്റ് ദച്ചുവിന് ഇട്ടുകൊടുത്ത ഡ്രസ്സൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സാണ് കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇടാമെന്ന് വെച്ചത്. ഇത് ആണ് കണ്ണം കൊണ്ടുവന്നത്. കാരണം ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. കേക്കിൻ്റെയും ഓള ഡ്രസ്സിൻ്റെയും ഒരുപോലത്തെ ഒരു മാറ്റമില്ല. നിങ്ങൾ കാണുന്നുണ്ടോ? ഓന് ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടാ ഈ ഒരു കളറാണ് തെച്ചുമോക്ക് എടുക്കുന്നത്. ഒന്നും ഞാൻ കാണിച്ചു കൊടുത്തിട്ടാ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാ തെച്ചുമോക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ കേക്ക് കട്ട് ചെയ്യുന്ന സംഭവം. വീട്ടിൽ ചെറിയൊരു ഇത് വാങ്ങിച്ചാൽ പോലും അവൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ കൊട്ടും. അപ്പോൾ കേക്ക് നിന്ന് നല്ല എല്ലാവരും കൊടുത്തപ്പോഴും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വിഷമം എന്ന് വെച്ചാൽ വിഷ്ണുവേട്ടനില്ല, വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടില്ലേ ഒരു ചെറിയ പ്രശ്നം. ഫസ്റ്റത്തെ ബർത്ത്ഡേക്കും ഇല്ല, ഈ ഒരു ബർത്ത്ഡേക്കും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ. എല്ലാവരും കേക്ക് കൊടുക്കുമ്പോൾ നല്ലോണം കഴിക്കുകയാണ് മുപ്പത്തി. പിന്നെ കണ്ണനും കഞ്ചും കൊടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് മാമന്മാരുടെ ഗിഫ്റ്റാണ്. അക്കി, ചിക്കു, ദേവു എല്ലാവരും കൂടി കൊടുത്തതാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇതോ. പിന്നെ അതിനെ കൊണ്ട് കുറച്ചൊക്കെ കളിച്ച് നെക്സ്റ്റ് നമ്മൾ ഫുഡ് കഴിച്ച്. ബിരിയാണി ആയിരുന്നു. ബിരിയാണി, ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ബീച്ചിൽ പോയിട്ടുണ്ടായി കേട്ടോ. കണ്ണനും അവരെല്ലാം കൂടിയിട്ട് വേഗം പോയിട്ടുണ്ടായിരുന്നു. ബീച്ചിൽ നിന്നൊക്കെ വന്ന് നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് ഇങ്ങനെ ഫിലിം നെയിമൊക്കെ പറഞ്ഞിട്ട് അത് ഇങ്ങനെ സംസാരിക്കാതെ ഇങ്ങനെ ആക്ട് ചെയ്ത് അങ്ങനത്തെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കളിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.